الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيا ولم أدر ما حسابيا يا ليتها كانت القاضية ما أغنى عني ماليا هلك عني سلطانيا പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവാധിനാഥനായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭനായ സ്വഹാബിയാണ്. ഒരു യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അല്ലാഹുവിൻ്റെ റസൂലേ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി അഷ്ഷഹാദ, നിങ്ങൾ ഞാൻ യുദ്ധത്തിൽ ഷഹീദാകാൻ വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമയുടെ ആവശ്യം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. അദ്ദേഹം ആവശ്യപ്പെട്ടത് യുദ്ധക്കളത്തിൽ ഷഹീദാകാൻ ദുആ ചെയ്യാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ സല്ലിംഹും, അല്ലാഹുവേ നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ എന്നാണ്. തീർന്നില്ല, വഗന്നിംഹും, യുദ്ധത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധക്കളത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും അഥവാ വിജയിപ്പിക്കുകയും അതിൻ്റെ കൂടെ അവർക്ക് യുദ്ധാർജിത സ്വത്ത് ഗനീമത്ത് അവർക്ക് നൽകുകയും ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ഹദീത്തിൽ നമ്മൾ വായിക്കുന്നു, ഫസലിംന വഗനിംന, യുദ്ധം കഴിഞ്ഞു, വിശ്വാസികൾ വിജയിച്ചു, അവർ രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ അവർക്ക് ഗനീമത്ത് സ്വത്ത് ലഭിച്ചു. കാലമേറെ കഴിഞ്ഞ്
മറ്റൊരു യുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് വീണ്ടും അബൂ ഉമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെന്നു. നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഴയതുപോലെ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ നീ ഇവരെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ നീ ഇവർക്ക് ഗനീമത്ത് കൊണ്ടവരെ അനുഗ്രഹിക്കണേ. യുദ്ധം അവസാനിച്ചു, വിശ്വാസികൾ വിജയിച്ചു. അപകടങ്ങളൊന്നും കൂടാതെ അബൂ ഉമാമയടക്കമുള്ള ആളുകൾ തിരിച്ചു വന്നു. അവർക്ക് ഗനീമത്ത് സ്വത്ത് ലഭിച്ചു. മറ്റൊരു യുദ്ധത്തിന്റെ സമയത്തും ഇതേ വാചകം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പ്രവാചകൻ പഴയതുപോലെ ആവർത്തിച്ചു, പഴയതുപോലെ സംഭവിച്ചു. 3 തവണയും കഴിഞ്ഞു. 4ാമത്തെ പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് അബൂ ഉമാമ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഷഹീദാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പലതവണ നിങ്ങളോട് പറഞ്ഞു. സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ്, സ്വർഗത്തിൽ പോകാനുള്ള കൊതി കൊണ്ടാണ്. അതുകൊണ്ട് നബിയെ, സ്വർഗത്തിലേക്കുള്ളൊരു വഴി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. എന്താണ് നബിയെ സ്വർഗത്തിൽ പോകാൻ ഞാൻ ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അലൈക ബിസ്സൗം, അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്കുക, നീ നോമ്പ് നോൽക്കുക. പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു ലമിത്ല ലഹു വലാ ഇദ്ല ലഹു, അതിന് പകരമായി മറ്റൊന്നുമില്ല എന്നാണ്. നീ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ നോമ്പ് നോൽക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ചു. പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഹദീസിന് വലിയ പ്രസക്തിയുണ്ട്, ഈ ഹദീസിന് വലിയ പ്രാധാന്യമുണ്ട്. യുദ്ധക്കളത്തിൽ ഷഹീദാകാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗീയമായ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നോമ്പിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഇസ്ലാമിക ചരിത്രത്തിലെ മറ്റൊരു പ്രസിദ്ധമായ സംഭവമാണ് മഹാനായ ഖൈസ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചെല്ലാൻ തീരുമാനിച്ചു. ഹദീസിൽ കാണാം, ത്വല്ലഖ ഹഫ്സ ബിൻതു ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചെല്ലാൻ തീരുമാനിക്കുകയും ആ കാര്യം പറയുകയും അതവർ മനസ്സിലാക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹുവിന്റെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഈ വാർത്ത കേട്ടപ്പോൾ വലിയ പ്രയാസമുണ്ടായി. മഹാനായ ഖുദാമ, അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, രണ്ടുപേരും സഹോദരങ്ങളാണ്, ഖുദാമയും ഉസ്മാനും. ഉസ്മാൻ ഇബ്നു മദ്ഊൻ അതേപോലെ തന്നെ ഖുദാമ ഇബ്നു മദ്ഊൻ, അവർ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. അവരുടെ സഹോദരിയെയാണ് ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെയും ഖുദാമയുടെയും സഹോദരിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അഥവാ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അമ്മാവന്മാരാണ് ഖുദാമയും ഉസ്മാനും. ഈ വാർത്തയറിഞ്ഞ് ഉസ്മാനും അതേപോലെ തന്നെ ഖുദാമയും ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്നു. വല്ലാത്ത സങ്കടം അവർക്ക്. നബി അവരെ ത്വലാഖ് ചെല്ലാൻ പോവുകയാണ്. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിലേക്ക് ചിരിച്ച മുഖവുമായി കൊണ്ട് കടന്നു വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു. എന്നോട് ജിബ്രീൽ പറഞ്ഞു, ഖാലലി ജിബ്രീൽ റാജിഅ ഹഫ്സ, എന്നോട് ജിബ്രീൽ പറഞ്ഞു ഹഫ്സയെ മടക്കിയെടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, ഹഫ്സയെ മടക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്തുകൊണ്ടാണ് ജിബ്രീൽ എന്നോട് ഹഫ്സയെ മടക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞത്? അതാണ് നമ്മുടെ വിഷയം. ഹഫ്സയെ മടക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന്, ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമത്തുൻ വഇന്നഹാ സൗജതുക ഫിൽ ജന്ന. അങ്ങനെയാണ് ഹദീസ് അവസാനിപ്പിക്കുന്നത്. ആരാണ് ഹഫ്സ? ഫഇന്നഹാ, തീർച്ചയായും അവൾ സവ്വാമത്തുൻ, നോമ്പുകാരിയാണ്, നോമ്പ് നോൽക്കുന്നവളാണ്. ഖവ്വാമത്തുൻ, നിന്ന് നിസ്കരിക്കുന്നയാളാണ്. അതേപോലെ തന്നെ സ്വർഗത്തിൽ അങ്ങയുടെ ഭാര്യ കൂടെയാണ് ഹഫ്സ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവളെ ത്വലാഖ് ചെല്ലാൻ പാടില്ല, അവളെ മടക്കിയെടുക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ കൽപ്പിച്ചു. ആ വാർത്തയാണ് നബി വന്ന് ഹഫ്സയടക്കമുള്ള അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളോട് പറയുന്നത്. അവരുടെ സങ്കടമെല്ലാം മാറി. യസീദ് എന്ന് പറയുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൗല, സഹായി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഈ വാർത്ത അറിയിച്ചതിനെ തുടർന്ന് നോമ്പ് നിഷിദ്ധമാക്കിയ നാളുകളിലല്ലാതെ
ഒരൊറ്റ നോമ്പും ഹഫ്സ റളിയല്ലാഹു അൻഹ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, ഉപരിലോകത്ത് നിന്ന് മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് മഹദിയായ ഹഫ്സയുടെ മഹത്വം പറയുമ്പോൾ ആ മഹത്വത്തിൽ ആദ്യം തന്നെ ചേർത്ത് വെച്ച വാചകം എന്താ? ഫഇന്നഹ സവ്വാമ, അവൾ നോമ്പ് നോൽക്കുന്നയാളാണെന്ന്. നോമ്പിന്റെ മഹത്വം എത്രയാണ്, നോമ്പിന്റെ സ്ഥാനം എത്രയാണ്. സ്വഹീഹായ 2 ഹദീസുകളിൽ വന്ന ചരിത്രങ്ങളാണ് പരിശുദ്ധ റമദാനിന്റെ തൊട്ട് മുന്നിൽ എത്തി നിൽക്കുന്ന ഞാനടക്കമുള്ള നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 2 ഹദീസുകളിൽ നിന്ന് നോമ്പിന്റെ മഹത്വവും സ്ഥാനവും പവിത്രതയും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു മാസത്തിലേക്ക്, വിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് നോമ്പിനെ സ്വീകരിക്കേണ്ടത്? നോമ്പിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നോമ്പിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒന്നാമത്തെ വിഷയം, നല്ല മനസ്സോടുകൂടെ, തെളിഞ്ഞ ഹൃദയത്തോടുകൂടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റണം. തെളിഞ്ഞ മനസ്സോടെ ഹൃദയത്തിലേക്ക്, നോമ്പിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. നല്ല മനസ്സുള്ള ആളുകളാണ് പരലോകത്ത് വിജയിക്കുക. പരിശുദ്ധമായ മനസ്സിന്റെ ഉടമകൾ മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടുക എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിൽ പല ആളുകളും ഓടുന്നത്, തുടുക്കം കാട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? സമ്പത്തിനും സന്താനങ്ങൾക്കും ഈ ദുനിയാവിലെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ഓടുകയാണ് നമ്മൾ. ഓടണ്ടെന്നല്ല, ഓടുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ എന്തിനു വേണ്ടി ഓടുന്നു അതൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. ഞാൻ ഓതി വെച്ച ആയത്ത് എന്താ? വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. നാളെ പരലോകത്ത് ഒരു കൂട്ടം ആളുകൾക്ക് അവരുടെ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കും. ആ ഗ്രന്ഥം ലഭിക്കുന്ന സമയത്ത് അവർ പറയുന്ന വാചകം എന്താ? ഈ ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാം, ഒരു വിചാരണ ഇല്ലാതിരുന്നുവെങ്കിൽ എത്ര നന്നായി. വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. വിചാരണ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മരണം അഥവാ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടില്ല, എൻ്റെ അധികാരം എന്നിൽ നിന്ന് പറിച്ചു നീക്കപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവം. എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ ദുനിയാവിൽ ഓടുന്നത്, സമ്പത്തും സൗകര്യങ്ങളും ഇതൊക്കെ മുറിഞ്ഞു പോകും. ഇതൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. പിന്നെ എന്താ ഉപകാരപ്പെടുക? അള്ളാഹു പറഞ്ഞു, നമ്മുടെ മക്കളോ സമ്പത്തോ ഒന്നും പരലോകത്ത് ഉപകാരപ്പെടില്ല. രക്ഷപ്പെട്ട ഹൃദയവുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവനാണ് രക്ഷപ്പെടുക, അവനാണ് വിജയിക്കുക. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ ഹൃദയം സലീമായ ഹൃദയമാകണം. സലീമായ ഹൃദയത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പിലേക്ക് പ്രവേശിക്കണം. എന്താണ് ഈ സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ? മുൻഗാമികൾ പറഞ്ഞു, വസാഹിബുൽ ഖൽബി സലീം ഹുവ ദാകല്ലദി സല്ലമ ഖൽബഹു വസദറഹു മിനൽ ശിർഖി വന്നിഫാഖി വമിനൽ ഹിഖദി വൽ ഹസദി വസയ്യിൽ ആഫാതി വൽ കിബരി വൽ ഉലുവി അലൽ ഖൽഖി എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? സലീമായ മനസ്സ്, രക്ഷപ്പെട്ട ഹൃദയം, നല്ല മനസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഷിർക്കില്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം. ആ മനസ്സിൽ എന്തുണ്ടാവില്ല? ഷിർക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ കപടത ഉണ്ടാകില്ല. അതേപോലെ തന്നെ അസൂയയും പകയും വഞ്ചനയും ഉണ്ടാകില്ല. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന മനസ്സാകൂല. അങ്ങനെയുള്ള മനുഷ്യന്മാരാകൂല. അപ്പം നമ്മൾ എങ്ങനെയാണ് നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്? തെളിഞ്ഞ ഹൃദയത്തോടെ, ഒരാളോടും അസൂയയും പകയും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ലാതെ എന്ത് ചെയ്യണം? നോമ്പിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റണം. ഈ ഹദീത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ഭാഗം അഥവാ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിർക്കില്ലാത്ത മനസ്സാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ തൗഹീദിന്റെ ആളുകളാണ്, ഷിർക്ക് ചെയ്യാത്ത ആളുകളാണ്. അള്ളാഹു അതിൽ നമ്മളെ നിലനിർത്തുമാറാകട്ടെ. എന്നാൽ സഹോദരങ്ങളെ, അതിന്റെ തൊട്ട് പിറകെ പറയുന്ന ആ രക്ഷപ്പെട്ട ഹൃദയത്തിന്റെ ഉടമകൾക്കുണ്ടാകേണ്ട വിശേഷണങ്ങൾ നമ്മളിൽ ആർക്ക് പറയാൻ പറ്റും? നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിലിരിക്കുമ്പോൾ, പരിശുദ്ധമായ പള്ളിയിലിരുന്ന് നമുക്ക് പറയാൻ പറ്റുമോ എൻ്റെ ഹൃദയം അസൂയല്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സാണ് എൻ്റെ മനസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ കുൻതും തസ്തഖ്ബിലൂന റമളാൻ, റമളാനിനെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കാറുള്ളത്? സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ വാചകം നെഞ്ചോട് ചേർത്ത് വെക്കണം നമ്മൾ. എന്താ ചോദ്യം?
കൈഫ കുൻതും തസ്തഖ്ബിലൂന റമളാൻ, റമളാനിനെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കാറുള്ളത്? അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? മകാന അഹദുനാ യജ്റു അലാ ഇസ്തിഖ്ബാലിൽ ഹിലാലി വഫീ ഖൽബിഹി ദർറതു ഹിഖദിൻ അലാ അഖീഹിൽ മുസ്ലിം. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞ വാചകം? ഞങ്ങൾ റമളാനിനെ സ്വീകരിക്കുമ്പോൾ, റമളാനിന്റെ പിറ കണ്ട് റമളാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് മുസ്ലിമായ ഒരു സഹോദരനോടും ഞങ്ങളുടെ മനസ്സിൽ അസൂയ ഉണ്ടാകൂല, വെറുപ്പുണ്ടാകില്ല, ദേഷ്യം ഉണ്ടാകില്ല. തെളിഞ്ഞ ഹൃദയത്തോടു കൂടെ ഞങ്ങൾ സ്വീകരിക്കാന്നാണ്. നമുക്ക് പറ്റും അങ്ങനെ സ്വീകരിക്കാൻ? വരാൻ പോകുന്ന റമളാനിനെ ആ മനസ്സോടുകൂടെ സ്വീകരിക്കാൻ നമ്മളിൽ ആർക്ക് സാധിക്കും? സലഫുകളിൽപ്പെട്ട ഇല്യാസ് ബിൻ മുആവിയ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വാചകം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, കാന അഫ്ദലുഹും ഇൻദഹും ഇൻദഹും അൽ മാദീന അസ്ലമഹും സുദൂറൻ വ അഖല്ലഹും ഗീബ എന്നാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കഴിഞ്ഞുപോയ സമൂഹത്തിലെ ശ്രേഷ്ഠരായ ആളുകൾ, നല്ല മനുഷ്യന്മാരായ ആളുകൾ അവരാരാന്നറിയോ? അവർ നല്ല മനസ്സിന്റെ ഉടമകളായിരുന്നു, ഗീബത്ത് പറയാത്ത, പരദൂഷണം പറയാത്ത, മനസ്സിൽ കറവ് പുരളാത്ത ആളുകളായിരുന്നു കഴിഞ്ഞ സമുദായത്തിലെ നല്ല മനുഷ്യന്മാരെന്ന് മഹാനായ ഇയാസ് ബിൻ മുആവിയ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുഫിയാൻ ഇബ്നു ദീനാർ അദ്ദേഹം അബീ ബശറിനോട് ചോദിക്കുന്നുണ്ട്, ഖുൽതു ലി അബീ ബശർ വകാന മിൻ അസ്ഹാബി അലി അഖ്ബർനി അൻ അഅമാലി മൻ ഖാല ഖബലന, ഞങ്ങളുടെ മുൻഗാമികളുടെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു തരൂ. അപ്പൊ പറഞ്ഞു, കാനൂ യഅമലൂന യസീറൻ വയുജറൂന കതീറൻ, അവരെന്ത് ചെയ്യും? കുറച്ച് കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ധാരാളം കൂലി വാങ്ങും. അപ്പൊ ചോദിച്ചു, അതെങ്ങനെയാണ്? അതെങ്ങനെയാണ് നടക്കുന്നത്? അതിന്റെ കാരണമായിക്കൊണ്ട് പറഞ്ഞതിൽ സലാബത്തി സുദൂരിഹിം, അവരുടെ ഹൃദയം നല്ല ഹൃദയമായിരുന്നു, നല്ല മനസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രവർത്തിച്ച് ധാരാളം കൂലി അവർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് പറയണം. നമ്മുടെ ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശുദ്ധീകരണം ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും പക തോന്നുന്നുണ്ടോ? വെറുപ്പ് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ പള്ളിയുടെ വാതിൽ കടന്ന് റോട്ടിലേക്ക് ഇറങ്ങിയാൽ, അങ്ങാടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, മറ്റുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ പള്ളിയിൽ ഇരിക്കുന്ന അതേ മനസ്സുണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. സ്വഹാബികൾ അങ്ങനെയായിരുന്നു, സലഫുകൾ അങ്ങനെയായിരുന്നു. മനസ്സിൽ പകയുണ്ടായിരുന്നില്ല, വെറുപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ റമദാനിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. പിശാചിന് എന്താ ആവശ്യം അറിയോ? പിശാചിന് നമ്മുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കല, പ്രശ്നം ഉണ്ടാക്കലാണ് ആവശ്യം. അല്ലാഹ് പറഞ്ഞില്ലേ, വഖുൽ ലിഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ ഇന്ന ശൈത്വാന യൻസഖു ബൈനഹും ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവൻ മുബീന. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ 53-ാമത്തെ ആയത്താണ്. പിശാചിന്റെ ആവശ്യം എന്താ? മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കാനും പരസ്പരം അകറ്റാനുമാണ് പിശാച് ശ്രമിക്കുക. നമ്മൾ അകലാൻ പാടില്ല, നമ്മുടെ ഇടയിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല. സൗഹാർദ്ദത്തോടുകൂടെ, നല്ല ഹൃദയത്തോടുകൂടെ എന്ത് ചെയ്യണം? റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മനസ്സിലാവും. അതുകൊണ്ട് വേണം രക്ഷപ്പെട്ട ഹൃദയവുമായി നല്ല മനസ്സുമായിട്ട് എന്ത് ചെയ്യണം? നോമ്പിനെ സ്വീകരിക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക. നമുക്കറിയാം, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് പാപമോചനത്തിന്റെ മാസമാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ്. സഹോദരങ്ങളെ, ഈ സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ആരിൽ നിന്നാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക? ആരുടെ പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക? ഷഅബാനുമായി ബന്ധപ്പെട്ട ഖുത്ബ പറഞ്ഞപ്പോൾ മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ മാസം എന്ന് നമ്മൾ സൂചിപ്പിച്ചു. എല്ലാ തിങ്കളും വ്യാഴവും കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ആരുടെ കർമ്മങ്ങളാ സ്വീകരിക്കുക? ആരുടെ കർമ്മങ്ങളാ സ്വീകരിക്കുക? മനസ്സിൽ പകയില്ലാത്ത ആളുകളുടെ, മനസ്സിൽ വിദ്വേഷം വെച്ചു പുലർത്താത്ത ആളുകളുടെ, പിണക്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളുടെ, അവരുടെ കർമ്മങ്ങളാ സ്വീകരിക്കുക. തെറ്റി നിൽക്കുന്ന മനസ്സുമായിട്ട് റമദാനിലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുക? എങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുക? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ സംഘം, അവരുടെ അടയാളം നബി പറഞ്ഞു. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘം നബി പറയാ, അവ്വലു സുംറത്തിൻ തലിജുൽ ജന്ന സൂറത്തുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ ലാ ഇഖ്തിലാഫ ബൈനഹും വലാ തബാഗുദ ഖുലൂബുഹും ഖൽബുൻ വാഹിദുൻ യുസബ്ബിഹൂന അല്ലാഹ ബുക്റതൻ വഅശിയ. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ ആളുകൾ, അവര് ഈ പൗർണമി രാവിൽ എത്രമാത്രം ചന്ദ്രൻ മനോഹരമായിരിക്കുമോ അതേപോലെ മനോഹരമായ മുഖത്തിന്റെ ഉടമകളായിരിക്കും അവർ. തീർന്നില്ല, അവരുടെ ഇടയിൽ, അവരുടെ പ്രത്യേകത, അവർക്കിടയിൽ ഇഖ്തിലാഫില്ല, ഭിന്നത ഉണ്ടാവൂല. അതേപോലെ തന്നെ വെറുപ്പുണ്ടാകില്ല അവരുടെ ഇടയിൽ. അതേപോലെ തന്നെ അവരുടെ കൽബുകൾ ഒന്നാണെന്നാണ്, അവരുടെ കൽബ് ഒന്നാണെന്നാണ്.
അതാ ഞാൻ റമദാനിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരൊറ്റ മനസ്സോടുകൂടെ, തെളിഞ്ഞ മനസ്സോടുകൂടെ റമദാനിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെയുള്ള മനസ്സാണ് ഉണ്ടാക്കിയെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഈ സദസ്സിലേക്ക് വരുന്ന ഒരാൾ ആദ്യം ആരാണ് വരുന്നത്? അയാൾ സ്വർഗത്തിലാണ്. അപ്പൊ സ്വഹാബികൾ അങ്ങനെ നോക്കി നിന്നു. ഒരാൾ വന്നു, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത ദിവസം പറഞ്ഞു, ഈ സദസ്സിലേക്ക് ആദ്യം വരുന്നയാൾ സ്വർഗത്തിലാണ്. അന്നും അതേ മനുഷ്യൻ വരുന്നു. മൂന്നാമതും ഇത് ആവർത്തിച്ചു, അന്നും അതേ മനുഷ്യൻ. ഒരു സഹാബി, ഇയാൾ സ്വർഗാവകാശിയാണെന്ന് നബിയെ പറയുന്നത്, അതുകൊണ്ട് അയാളുടെ സ്വഭാവം എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അയാളുടെ കൂടെ കൂടി. 3 ദിവസം അയാളുടെ കൂടെ കഴിച്ചു കൂട്ടിയെന്നാണ്. 3 ദിവസം കഴിച്ചു കൂട്ടിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നിസ്കരിക്കണ പോലെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ട്, അതല്ലാതെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അപ്പം നിങ്ങളാ വന്നത്, 3 ദിവസം അതുണ്ടായി. എന്താണ് ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം? അപ്പം അയാൾ പറഞ്ഞു കൊടുത്തെന്താ അറിയോ? അയാൾ പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ കിടക്കും, എനിക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടാകൂല. എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കും, മനസ്സിലെ കറയും പകയൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധമായ മനസ്സോടുകൂടെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുക. സഹോദരങ്ങളിൽ നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ട ഒരു ഗുണമാണ് സമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ, ആത്മാർത്ഥമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഒരു തെളിഞ്ഞ മനസ്സുണ്ടാകണം. അത്തരത്തിലുള്ള മനസ്സ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിനെ നല്ല മനസ്സോടുകൂടെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് ഒരു നല്ല മനസ്സുണ്ടാക്കാൻ ഒരാൾക്ക് സാധിക്കുക? ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴെങ്കിലും അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാക്കാൻ ദുആ ചെയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പ്രവാചകന്റെ സ്വലാത്തിൽ, നമസ്കാരത്തിൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക തബാത ഫിൽ അംരി വൽ അസീമത അല റുശ്ദി വഅസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക വഅസ്അലുക ഖൽബൻ സലീമൻ. നോക്കൂ, നിങ്ങൾ നബിയുടെ പ്രാർത്ഥനയാണ്. റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, സലീമായ ഒരു ഹൃദയം നീ എനിക്ക് നൽകണേ. സലീമായ അഥവാ കറപുരളാത്ത ഒരു മനസ്സിന്റെ ഉടമയാക്കി എന്നെ നീ മാറ്റണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എത്രയോ പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. നമ്മൾ 5 നേരം പള്ളിയിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ? പള്ളിയിൽ വരുമ്പോഴുള്ള ദുആ എന്താ? അല്ലാഹുമ്മ ജഅൽനി ഖൽബൻ, അല്ലാഹുമ്മ ജഅൽനി ഖൽബി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ വമിൻ അമാമി നൂറ. ഖൽബ് പ്രകാശപൂരിതമാക്കണേ എന്ന് ദുആയുണ്ട് പള്ളിയിൽ വരുമ്പോൾ, എല്ലാ പള്ളിയിൽ വരുന്ന സമയത്തും. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ട്. പടച്ചോനെ, എൻ്റെ ഹൃദയത്തെ നീ പരിശുദ്ധമാക്കണേ എന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന് പടച്ചോനെ എന്നെ നീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ നല്ല മനസ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നാമതായി ചെയ്യണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണം, നല്ല മനസ്സ് തരണേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം സൽവിചാരമാണ്. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് വെറുപ്പ് വിചാരിക്കാതിരിക്കുക. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ച ചരിത്രം നമുക്കറിയാം അല്ലേ? വലിയ മുസ്ലിം സമൂഹത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ആയിഷമ്മയെ കുറിച്ചാണ് വ്യഭിചാരോപണം നടത്തിയത്. ആ വാർത്ത അങ്ങനെ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംസാരമുണ്ട്. മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ സമയത്ത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമ്മു അയ്യൂബ് അവർ ചോദിച്ചു, അലാ തസ്മഉ മാ യഖൂലു നാസു ഫി ആയിഷ, അല്ലയോ അബൂ അയ്യൂബ്, നിങ്ങൾ കേൾക്കുന്നില്ലേ ആയിഷയെ കുറിച്ച് ജനങ്ങൾ പറയുന്നത്? ഭാര്യയുടെ തലയണ മന്ത്രമാണ്. ഭർത്താക്കന്മാർക്ക് ഒരുപാട് പാടുണ്ടതിൽ, നമുക്ക് വിശദീകരിക്കാൻ സമയമല്ല. എന്താ ചോദ്യം? അലാ തസ്മഉ
കേൾക്കുന്നില്ലേ? മാ യഖൂലു നാസു ഫി ആയിഷ, ആയിഷയുടെ വിഷയത്തിൽ ജനങ്ങൾ പറഞ്ഞങ്ങൾ കേൾക്കണില്ലേ? അപ്പോ അദ്ദേഹം ചോദിച്ചു, അതെ ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത വാചകം തരും, ഖാല ബല വദാലികൽ കദിബ്, ആളുകൾ പറയുന്നത് കളവാണ്, ആളുകൾ പറയുന്നത് സത്യമല്ല. എന്നിട്ട് ഭാര്യയോട് അദ്ദേഹത്തിന്റെ ചോദ്യം, അകുൻതി യാ ഉമ്മ അയ്യൂബ് ഫഅയിലതൻ ദാലിക്, അല്ലയോ ഉമ്മു അയ്യൂബ്, നീയായിരുന്നു ആയിഷയുടെ സ്ഥാനത്തെങ്കിൽ നീ ആ തെറ്റ് ചെയ്യുമോ? ആളുകൾ ആയിഷ ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റ് നീയായിരുന്നെങ്കിൽ നീ ചെയ്യുമോ? അവര് പറഞ്ഞു, ഖാലത് ല വല്ലാഹി, ഒരിക്കലുമില്ല, അല്ലാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല, മാ കുൻതു അഫ്അലുഹു, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കുകയില്ല. എന്താ അബൂ അയ്യൂബ് അൻസാരി തന്നെ മറുപടി എന്നറിയോ? അബൂ അയ്യൂബ് അൻസാരി അല്ലാഹു പറഞ്ഞു, ഫആയിഷതു ഖൈറും മിൻകി, ഫആയിഷതു ഖൈറും മിൻകി, ആയിഷ നിന്നേക്കാൾ നല്ലവളാണ്, നിന്നേക്കാൾ സാലിഹായ പെണ്ണാണ് അവൾ. പിന്നെ എങ്ങനെ ആയിഷ ചെയ്യാ? നീ ചെയ്യാത്തൊരു കാര്യം എങ്ങനെ ആയിഷ ചെയ്യാ? നോക്കൂ നിങ്ങൾ, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ആയിഷ ഉമ്മയോട് മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന വിചാരം എന്താ? എത്രമാത്രം നല്ല വിചാരമാണത്. അതുകൊണ്ട് തന്നെ ഒരാളെ കുറിച്ച് ഒരു മോശമായ വാർത്ത കണ്ടു, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് മോശമായ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടു, നമ്മൾ എന്താ വിചാരിക്കണം? നേരെ അങ്ങാടിയിൽ വന്നിട്ട് ആളുകളോട് ഇങ്ങനെ പരസ്യമാക്കും. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞ വാചകം തരയോ? നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് താല്പര്യമല്ലാത്ത രീതിയിൽ ഒരാളെ നിങ്ങൾ കണ്ടാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഒതിറുണ്ടാകും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അവിടെ പോകാൻ, അല്ലെങ്കിൽ ആ കണ്ട സാഹചര്യത്തിന് അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, എനിക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടാകും എന്ന് വിചാരിച്ച് നല്ലത് വിചാരിക്കാനാണ് പറഞ്ഞത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഞാൻ 70 കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന, അയാളെ ഞാൻ അവിടെ കണ്ടതിന് അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞതിന് അയാളുടെ ഭാഗത്തു നിന്ന് 70 കാരണങ്ങൾ ഞാൻ കണ്ടെത്തുന്നു. 70 കാരണം കണ്ടെത്തിയിട്ടും എനിക്കെൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനോട് പറയും, നിനക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു ആവശ്യം അയാൾക്കുണ്ട്, എന്നാലും ഞാൻ അയാളെക്കുറിച്ച് മോശമായത് വിചാരിക്കൂല. അതാ പറഞ്ഞ, നല്ല വിചാരം ഉണ്ടാകണം. മറ്റുള്ള ആളുകളെ കുറിച്ച് എന്ത് ചെയ്യണം? നല്ല വിചാരം. അതേപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ, അതാണ് മൂന്നാമത്തെ കാര്യം, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം. നല്ല മനസ്സ് വേണോ? വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? തയ്യാറാകണം. നബി പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ത്വായിഫിൽ നിന്ന് കല്ലേറ് കിട്ടി രക്തമൊലിച്ച് നബി പ്രയാസപ്പെടുക. അപ്പോഴാ മലക്ക് വന്ന് പറഞ്ഞു, നബിയെ മറിച്ചിട, ഇവരെ, ഈ ആളുകളെ മറിച്ചിട, മല അവരുടെ മുകളിലേക്ക് മറിച്ച് അവരെ നശിപ്പിക്കാം. നബിന്റെ വാചകം എന്താ? പടച്ച അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണം, അവരറിവില്ലാത്ത ആളുകളാണ്. സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാ, ബുദ്ധിമുട്ടുകൾ എത്രയാ. അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി, അദ്ദേഹത്തെ ഉപദ്രവിച്ചു, ചാട്ടവാറ കൊണ്ട് അടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവ് പറ്റി. മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത്. അങ്ങനെ മുറിവ് പറ്റി അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവുകൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പ്രാർത്ഥിക്കാണ്. ആ മുറിവ് പറ്റിയ സമയത്ത്, ആ വേദനയുടെ അങ്ങേയറ്റം ദുആ എന്തറിയോ? അല്ലാഹുമ്മ ഗഫിർ ലി മുഅ്തസിം, അല്ലാഹുമ്മ ഗഫിർ ലി മുഅ്തസിം, അല്ലാഹുവേ മുഅ്തസിമിന് നീ പുറത്തു കൊടുക്കണേ, മുഅ്തസിമിന് നീ പുറത്ത്. ആരാ അദ്ദേഹത്തെ ഉപദ്രവിച്ചത്? മുഅ്തസിമിന്റെ കൽപ്പന പ്രകാരം ഈ ഉപദ്രവങ്ങളൊക്കെ ആ മുഅ്തസിമിനെ പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, നിങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്തിയ ആൾക്ക് പുറത്തു കൊടുക്കാനാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്? നോക്കൂ നിങ്ങൾ, അതായിരുന്നു അവരുടെ മനസ്സ്, അതായിരുന്നു അവരുടെ ഹൃദയം. അപ്പോ നല്ല വിചാരത്തോടുകൂടെ വിട്ടുവീഴ്ചയോടുകൂടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് നന്നാകും. മനസ്സിലായില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിന് എതിരായിരുന്നു. നമുക്കറിയാം ചരിത്രം. മുആവിയ റളിയല്ലാഹു, ആ മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു തമ്മിൽ പ്രശ്നമുണ്ട്, അവരിങ്ങനെ ഒരു കുഴപ്പത്തിന്റെ വക്കിലെന്നൊക്കെ മനസ്സിലാക്കിയ സമയത്ത് അന്നത്തെ പേർഷ്യയുടെ ഭരണാധികാരിയായിരുന്ന ഹിർക്കൽ, അയാൾ എന്ത് ചെയ്തു? മുആവിയനെ വിളിച്ചു. മുആവിയക്ക് ഒരു കത്തെഴുതി. മുആവിയനോട് പറഞ്ഞു, ഞാനൊരു സൈന്യത്തെ അയക്കാം, അവർ മുസ്ലിങ്ങളൊന്നും, ഞാനൊരു സൈന്യത്തെ അയക്കാം, എന്നിട്ട് നീയും നിന്റെ ആൾക്കാരും എൻ്റെ സൈന്യത്തിൻ്റെ കൂടെ അലിനെ പരാജയപ്പെടുത്തിക്കോ, അലിയെ പരാജയപ്പെടുത്തിക്കോ, എന്നിട്ട് നിനക്ക് വിജയിക്കാൻ പറ്റും. മുആവിയ റളിയല്ലാഹുവിനോട് ആ ഹിർക്കൽ എന്ന് പറയുന്ന ആ അന്നത്തെ പേർഷ്യയിലെ രാജാവ് കത്തയച്ച് അറിയിച്ച കാര്യമാണ്. എന്താ മുആവിയ റളിയല്ലാഹു പറഞ്ഞറിയോ? മുആവിയ റളിയല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം മുസ്ലിം ഒന്നല്ല, ഹിർക്കൽ ചക്രവർത്തി മുസ്ലിം ഒന്നല്ല. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നേക്കാൾ എനിക്ക് ബന്ധം അലിയോടാണ്, നിന്നേക്കാൾ എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ അലിയോടാണ്, ഞാനും അലിയും തമ്മിൽ പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന്റെ ഇടയിലേക്ക് എന്ത് ചെയ്യണ്ട? എണ്ണൊഴിച്ച് കത്തിക്കാൻ നോക്കണ്ട. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നീ ഈ പണി തുടരുകയാണ് എങ്കിൽ അലി ബിൻ അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം നിന്റെ നാട്ടിലേക്ക് വരും, നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ.
ആ സൈന്യത്തിൽ അലിയുടെ കീഴിൽ ഒരു പടയാളിയായി മുആവിയ ഉണ്ടാകും. എന്നിട്ട് നിന്നെ ഞങ്ങൾ പരാജയപ്പെടുത്തും. നോക്കൂ സഹോദരങ്ങളെ, പരസ്പരം യുദ്ധത്തിന്റെ വക്കോളമെത്തിയ, പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന മുആവിയയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ എത്ര പ്രശ്നമുണ്ട്. പക്ഷേ അവരുടെ മനസ്സെങ്ങനെയാ? പരസ്പരം സ്നേഹത്തിലായിരുന്നു. അലി റളിയല്ലാഹു മരിച്ച വാർത്ത കേട്ടു. മുആവിയ റളിയല്ലാഹു കരയാണ്, കുനിഞ്ഞിരുന്ന് കരയാണ്. ഭാര്യ വന്ന് ചോദിച്ചു, നിങ്ങളെന്ത് മനുഷ്യനാ? നിങ്ങൾ കഴിഞ്ഞ ദിവസം അലിയുമായി യുദ്ധം ചെയ്ത ആളാ, എന്നിട്ട് നിങ്ങൾ കരയേ? മുആവിയ റളിയല്ലാഹു ഭാര്യനോട് ചോദിച്ചു പറഞ്ഞ വാചകം എന്തറിയോ? നിനക്കെന്തറിയാം അലിനെ കുറിച്ച് അറിയാം? അലിയുടെ മരണത്തിലൂടെ ലോകത്തിന് നഷ്ടമായത് വലിയ വിജ്ഞാനത്തിന്റെ ഒരു സാഗരാണ്. അതാണ് അലി എന്ന് പറഞ്ഞാൽ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ പോലും മനസ്സിൽ സ്നേഹം ഉണ്ടായിരുന്നു, പക ഉണ്ടായിരുന്നില്ല, വെറുപ്പുണ്ടായിരുന്നില്ല, വിട്ടുവീഴ്ച കാണിച്ച ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വരാൻ പോകുന്ന റമദാനിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായ മനസ്സാകണം. തെളിഞ്ഞ മനസ്സോടുകൂടെ, നല്ല ഹൃദയത്തോടുകൂടെ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരാൻ പോകുന്ന റമദാനിനെ സ്വീകരിക്കാനും അതിലെ നോമ്പുകൾ പൂർണ്ണമായി നിർവഹിക്കാനും രാത്രി നമസ്കാരങ്ങളിൽ പങ്കുചേരാനും മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.